ഹായ് ഹബീബി, നമ്മളെല്ലാവരും ജീവിതത്തിൽ പൈസയ്ക്ക് വളരെ വലിയ വാല്യൂ കൽപ്പിക്കുന്നവരാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയായാലും ബിസിനസ് ആയാലും എന്തായാലും മണി ഈസ് എ ബിഗ് ഫാക്ടർ ഇൻ അവർ ലൈഫ്, ദ സോഷ്യൽ ലൈഫ്. പക്ഷേ എല്ലാവർക്കും അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ചില ആളുകളിൽ മാത്രം ക്യാഷ് ഉണ്ട്, ചില ആളുകളിൽ അതില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? മെയിൻ റീസൺ മണി മൈൻഡ് സെറ്റാണ്. അതായത് ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ പൈസയെപ്പറ്റി, മണിയെപ്പറ്റി എന്താണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെ മൈൻഡ് ക്യാഷിനെ കാണുക. അതനുസരിച്ചാണ് ക്യാഷ് ഫ്ലോയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴായും നമ്മുടെ ഈ മലയാളികളുടെ ഒരു രീതി അനുസരിച്ച് പലപ്പോഴായും നമ്മൾ കണ്ടിട്ടുള്ളത്, സിനിമകളിലായാലും നമ്മുടെ സോഷ്യൽ ലൈഫിലായാലും ഒക്കെ, പണമുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരികളാണ്, ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റായ ആളുകളാണ് എന്നൊക്കെ രൂപത്തിലുള്ളൊരു പ്രതീതിയാണ് പലപ്പോഴായും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളിലേക്ക് ഒരിക്കലും ക്യാഷ് വരില്ല. സോ ആ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. ആദ്യം ക്യാഷ് നമ്മളിലേക്ക് വരണമെങ്കിൽ ക്യാഷിനെ പറ്റിയുള്ള മണിയെ പറ്റിയുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് മാറണമെന്നുള്ളതാണ്. നമുക്കൊരു പുവർ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറണമെന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ ആദ്യം ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അഹങ്കാരിയാണ്, വില്ലനായിട്ടാണ് പലപ്പോഴും ഈ ക്യാഷുള്ള ആളുകൾ ചിന്തിക്കുക. അതൊക്കെ മാറിയിട്ട് ക്യാഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്റ്റ്. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു ടൂളാണ്, അത് അത്യാവശ്യമാണ്. സോ അത് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുക, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ചിന്തകളിലേക്ക് മുഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ക്യാഷിനെ വളരെ ഹാപ്പിനെസ്സോടു കൂടി കാണാൻ സാധിക്കുക. സോ നമ്മുടെ ജീവിതത്തിലേക്ക് ക്യാഷും പതുക്കെ വരുന്നതായിട്ട്, ക്യാഷ് ഫ്ലോയും ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുവർ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ പതുക്കെ തയ്യാറാകുക. ക്യാഷിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ മിഥ്യാധാരണകളും മാറ്റിയെടുക്കാൻ തയ്യാറാകുക. അതിനിപ്പോൾ കുറേ ബുക്കുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പതുക്കെ അതൊക്കെ ഒന്ന് വായിക്കാൻ തയ്യാറാകുക. സോ എൻജോയ് ദ ലൈഫ്, ഹാപ്പി മൈൻഡ് സെറ്റ്, ടേക്ക് കെയർ, ബൈ.